ഒരാഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കണമെന്ന് ലിയോ 14 പാപ്പ. കത്തോലിക്ക സഭയിലെ വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള പ്രാർത്ഥനാ ചടങ്ങുകളുടെ യഥാർത്ഥ അർത്ഥവും അതിലെ അടയാളങ്ങളും വിശ്വാസികൾ തിരിച്ചറിയണമെന്ന് ലിയോ 14 പാപ്പ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ നടന്ന പൊതുകൂടിക്കാഴ്ചയിലാണ് മാർപ്പാപ്പ ഇക്കാര്യം പങ്കുവച്ചത്. Vogliamo soffermarci a riflettere su alcuni elementi costitutivi della sacra liturgia, quali il rito, il segno e il simbolo. Il Concilio Vaticano II, facendo tesoro del prezioso lavoro del movimento liturgico, ci ha aiutato a riscoprire una verità molto viva nella coscienza della Chiesa antica e nell'insegnamento dei padri. I riti della liturgia cristiana non sono un rivestimento esteriore del mistero sacramentale, un insieme di cerimonie arbitrarie, ma sono la mediazione ecclesiale attraverso cui il dono divino ci raggiunge. Proprio per questo il Concilio invita a comprendere il Mysterium Fidei che si attua nella liturgia attraverso i riti e le preghiere. Il rito dà forma all'azione liturgica e attraverso di essa alla nostra vita, generando in noi una sensibilità spirituale che ci rende capaci di gustare la presenza di Dio per mezzo di Gesù Cristo. പ്രാർത്ഥനാ ചടങ്ങുകൾ വെറുതെ കണ്ടു നിൽക്കാതെ അവ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. സ്വന്തം ഇഷ്ടപ്രകാരം മാറ്റങ്ങൾ വരുത്താതെ തിരുക്കർമ്മങ്ങളുടെ ഭംഗി കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു. പ്രാർത്ഥനകളിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ഹൃദയവും ഒരുപോലെ ദൈവത്തിലേക്ക് ഉയരണമെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. വിശുദ്ധ കുർബാന മധ്യേ പരസ്പരം സമാധാനം ആശംസിക്കുന്നതും വിശുദ്ധ കുർബാനയ്ക്ക് മുന്നിൽ മുട്ടുകുത്തുന്നതുമൊന്നും വെറുതെ കാണിക്കുന്ന കുട്ടിക്കളികളല്ല, അവയ്ക്ക് വലിയ അർത്ഥങ്ങളുണ്ട്. യേശുക്രിസ്തുവിലൂടെ ദൈവസാന്നിധ്യം നേരിട്ട് അനുഭവിക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണവ. ഇത്തരം ചടങ്ങുകൾ വെറുമൊരു ബാഹ്യമായ ആചാരമല്ല, മറിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുന്ന വഴികളാണെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. കോർപ്പസ് ക്രിസ്റ്റി സന്ദേശവും ലിയോ 14 മാർപ്പാപ്പ നൽകി. അതിനിടെ നിലവിൽ യുദ്ധം നടക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ വലിയ പ്രതിസന്ധികൾക്കിടയിലും ദൈവശുശ്രൂഷ ചെയ്യുന്ന വൈദികരെ മാർപ്പാപ്പ പ്രത്യേകം അഭിനന്ദിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. സ്പെയിൻ സന്ദർശനത്തിനിടെ ലിയോ 14 പാപ്പ 22 പ്രസംഗങ്ങൾ നടത്തും. ജൂൺ 6 മുതൽ 12 വരെ ലിയോ 14 മാർപ്പാപ്പ നടത്തുന്ന സ്പെയിൻ സന്ദർശനത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ട് വത്തിക്കാൻ. യാത്രയ്ക്കിടയിൽ മാർപ്പാപ്പ സ്പാനിഷ് ഭാഷയിൽ 22 പ്രസംഗങ്ങൾ നടത്തുമെന്നും കൂടാതെ ഫ്രഞ്ച്, കറ്റാലിയൻ ഭാഷകളും ഉപയോഗിക്കുമെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ മാറ്റിയോ ബ്രൂണി അറിയിച്ചു. മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള പാപ്പയുടെ 4ാമത്തെ വിദേശയാത്രയാണിത്. ഇതോടെ അദ്ദേഹം സന്ദർശിക്കുന്ന 8ാമത്തെ രാജ്യമായി സ്പെയിൻ മാറും. മാർപ്പാപ്പ ബാർസലോണയിൽ ഏതു ഭാഷ ഉപയോഗിക്കും എന്നതിനെ ചൊല്ലി സ്പെയിനിലെ കാറ്റലോണിയ മേഖലയിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു. ബാർസലോണയിലെ പ്രശസ്തമായ സഗ്രഡ ഫാമിലിയ പള്ളിയിലെ ജീസസ് ക്രൈസ്റ്റ് ഗോപുരത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ സ്പാനിഷ് ഭാഷയിലായിരിക്കുമെന്ന വാർത്ത വന്നതോടെയാണ് തർക്കം തുടങ്ങിയത്. ഇവിടെ കറ്റാലൻ ഭാഷയ്ക്ക് മുൻഗണന നൽകണമെന്ന് ആവശ്യപ്പെട്ട ചില പ്രാദേശിക സംഘടനകൾ മാർപ്പാപ്പയ്ക്ക് കത്തയച്ചിരുന്നു. എന്നാൽ ഈ ചടങ്ങിന്റെ തുടക്കത്തിൽ കാറ്റലൻ ഭാഷയിലായിരിക്കും മാർപ്പാപ്പ ആശംസകൾ അറിയിക്കുകയെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. പ്രാർത്ഥനകളുടെ ചില ഭാഗങ്ങളും ഈ ഭാഷ ഉപയോഗിക്കും. കുടിയേറ്റക്കാരെയും പാവപ്പെട്ടവരെയും സന്ദർശിക്കുന്നതിനാണ് മാർപ്പാപ്പ ഈ യാത്രയിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ആഫ്രിക്കയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ താമസിക്കുന്ന ടെറിഫിനിയിലെ അഭയകേന്ദ്രം മാർപ്പാപ്പ സന്ദർശിക്കുകയും അവിടെ ഫ്രഞ്ച് ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യും. ഗ്രീൻ കനാരിയിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്കിടെ സെനഗലിൽ സംസാരിക്കുന്ന വോളോഫ് ഭാഷയിലും പ്രാർത്ഥനകളുണ്ടാകും. കടൽ മാർഗം ജീവൻ പണയപ്പെടുത്തി യാത്ര ചെയ്ത കുടിയേറ്റക്കാർക്ക് വേണ്ടിയാണ് ഈ പ്രത്യേക പ്രാർത്ഥന. സ്പെയിനിലെത്തുന്ന മാർപ്പാപ്പയെ വിമാനത്താവളത്തിൽ വെച്ച് സ്പെയിൻ രാജാവും രാജ്ഞിയും ചേർന്ന് സ്വീകരിക്കും. യാത്രയയപ്പ് ചടങ്ങുകളിൽ സോഫിയ രാജ്ഞിയും പങ്കെടുക്കും.
യാത്രക്കിടയിൽ സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസുമായി മാർപ്പാപ്പ 3 തവണ കൂടിക്കാഴ്ച നടത്തും. കൂടാതെ മാഡ്രിഡ്, ബാഴ്സലോണ തുടങ്ങിയ നഗരങ്ങളിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുമായും അദ്ദേഹം വ്യക്തിപരമായ ചർച്ചകൾ നടത്തും. മാഡ്രിഡ് മേയറിൽ നിന്ന് നഗരത്തിന്റെ ആദരസൂചകമായി സ്വർണ്ണ താക്കോലും മാർപ്പാപ്പ സ്വീകരിക്കും. വത്തിക്കാനിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ സംഘവും മാർപ്പാപ്പയെ യാത്രയിൽ അനുഗമിക്കുന്നുണ്ട്. അറിവിനൊപ്പം വിദ്യാർത്ഥികളെ ക്രിസ്തുവിലേക്കും നയിക്കണമെന്ന് ലിയോ 14 പാപ്പ. കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് കേവലം അറിവ് പകരുക മാത്രമല്ല, അവരെ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് നയിക്കുകയും വേണമെന്ന് ലിയോ 14 പാപ്പ പറഞ്ഞു. കത്തോലിക്ക കോളേജുകളുടെയും യൂണിവേഴ്സിറ്റികളുടെയും അമേരിക്കൻ അസോസിയേഷൻ പ്രതിനിധികളുമായി കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പാപ്പ. യുവതലമുറയ്ക്ക് ജീവിതത്തിലും വിശ്വാസത്തിലും ശരിയായ ദിശാബോധം നൽകാൻ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നല്ലൊരു ജോലിയും സർട്ടിഫിക്കറ്റും ലക്ഷ്യമിട്ടാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളും ക്യാമ്പസുകളിലേക്ക് എത്തുന്നതെന്ന് മാർപ്പാപ്പ പറഞ്ഞു. എന്നാൽ അവരെ വെറും ബിരുദധാരികളാക്കുന്നതിന് പകരം സത്യത്തെ സ്നേഹിക്കുവാനും യഥാർത്ഥ സത്യമായ ക്രിസ്തുവിനെ കണ്ടെത്തുവാനും അധ്യാപകർക്ക് സാധിക്കണം. താൻ അടുത്തിടെ പുറത്തിറക്കിയ തന്റെ ആദ്യ ചാക്രിക ലേഖനം പരാമർശിച്ചുകൊണ്ട് മാർപ്പാപ്പ വിദ്യാഭ്യാസ രംഗത്തെ ഒരു പ്രധാന പോരായ്മ ചൂണ്ടിക്കാണിച്ചു. ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഒട്ടനവധി കാര്യങ്ങളിൽ വലിയ അറിവുണ്ടെന്നത് ശരിയാണ്. എന്നാൽ പലർക്കും ജീവിതത്തിൽ ഒരു കൃത്യമായ ലക്ഷ്യബോധമില്ല. ശരിയായ ദിശയിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അവർക്കറിയില്ല. അറിവിൻ്റെ ഈ പരിമിതിയെ മറികടക്കാൻ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് സാധിക്കണം. ആധുനിക വിദ്യാഭ്യാസ രംഗത്ത് നിർമ്മിത ബുദ്ധി പോലെയുള്ള പുതിയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന യാഥാർത്ഥ്യം സഭ മറക്കരുതെന്ന് മാർപ്പാപ്പ ഉദ്ബോധിപ്പിച്ചു. സാങ്കേതിക വിദ്യകളെ ഭയപ്പെടുകയല്ല, മറിച്ച് അവയെ എങ്ങനെ നന്മയ്ക്കായി ക്രിയാത്മകമായും മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടും ഉപയോഗിക്കണമെന്ന് ഇന്നത്തെ യുവജനങ്ങളെ പഠിപ്പിക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. സഭയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ കത്തോലിക്ക സ്കൂളുകൾക്കും കോളേജുകൾക്കും വലിയ പങ്കുണ്ട്. വിദ്യാർത്ഥികളുടെ വ്യക്തി ജീവിതത്തിനും അവരുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും ഉപകരിക്കുന്ന നല്ല പാഠങ്ങൾ പകർന്നു നൽകാൻ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കണമെന്നും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. കളിക്കളം സൗഹൃദത്തിന് വേദിയാകണമെന്ന് ലിയോ 14 പാപ്പ. കായിക രംഗത്ത് പരസ്പര ബഹുമാനവും സമാധാനവും വളർന്നു വരുന്നതിനായി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്ന് ലിയോ 14 പാപ്പ ആഹ്വാനം ചെയ്തു. മാർപ്പാപ്പയുടെ ആഗോള പ്രാർത്ഥനാ ശൃംഖല ജൂൺ മാസത്തെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉൾപ്പെടുത്തി പുറത്തിറക്കിയ പ്രത്യേക വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത്. Lord of life, we thank you for the gift of sport, for those who glorify God through the exercise of their bodies, for the friendships born on the field and the joy of playing as a team. You teach us that in life, as in the game, no one is saved alone. We need others to grow, to learn respect, to overcome our limits, and to celebrate together the victories we achieve. We ask that sport may always be a school of fraternity, not of empty rivalry, a space of encounter, not exclusion, a path of peace, not violence. May those who play, train, or cheer discover in sport a universal language that brings cultures together, unites peoples, and sows respect, solidarity, and personal growth. Lord Jesus, may every sport become a parable of life lived with you, working with joy and effort, living with humility in defeat, and with gratitude in the victory you offer in your resurrection. May your Spirit never be lacking in us, making us one team, united with you, to build communion and fraternity in history. Amen. കായികരംഗം എന്നത് വെറുമൊരു മത്സരവേദിയല്ല എന്നും മറിച്ച് സമാധാനവും ഒത്തൊരുമയും പഠിപ്പിക്കുന്ന നല്ലൊരു വിദ്യാലയമാണെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. ജീവിതത്തിൽ എന്ന പോലെ കായിക രംഗത്തും ആർക്കും ഒറ്റയ്ക്ക് വിജയം നേടാനാകില്ല എന്ന് മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി. ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന
കൂട്ടായ്മയുടെ സന്തോഷത്തിനും സൗഹൃദങ്ങൾക്കും കായിക താരങ്ങളുടെ കഠിനാധ്വാനത്തിനും അദ്ദേഹം നന്ദി പറഞ്ഞു. കളിക്കളത്തിൽ പരസ്പരം വളരാൻ സഹായിക്കുകയും ബഹുമാനിക്കാൻ പഠിക്കുകയും വേണം. വിജയങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കാൻ കായിക വേദികൾക്ക് സാധിക്കണം. സ്പോർട്സ് ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്ന ഒന്നാകരുത്, മറിച്ച് വിവിധ സംസ്കാരങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു പൊതുഭാഷയായി അത് മാറണം. ജയത്തിലും തോൽവിയിലും വിനയത്തോടെ പെരുമാറാൻ കായിക താരങ്ങൾക്ക് അവരെ പിന്തുണയ്ക്കുന്നവർക്കും സാധിക്കണം. ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളികളെ മുൻനിർത്തി വിശ്വാസികളെ പ്രാർത്ഥനയിൽ ഒന്നിപ്പിക്കുന്ന ഒരു ആത്മീയ കൂട്ടായ്മയാണിത്. നിലവിൽ ലോകത്തിലെ 92-ലധികം രാജ്യങ്ങളിലായി 2 കോടിയിലധികം അംഗങ്ങൾ ഈ ശൃംഖലയിലുണ്ട്. ഓരോ മാസവും സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ മാർപ്പാപ്പ ഇവരെ ഏൽപ്പിക്കാറുണ്ട്. വരാനിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജൂൺ മാസത്തിൽ കായിക രംഗത്തെ മൂല്യങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വത്തിക്കാൻ ഇനി സ്വന്തം സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കും. പുതിയ പദ്ധതിയുമായി ലിയോ 14 പാപ്പ. പരിസ്ഥിതി സംരക്ഷണത്തിനായി വത്തിക്കാനിൽ പുതിയ സൗരോർജ്ജ പദ്ധതി പ്രഖ്യാപിച്ച് ലിയോ 14 പാപ്പ. വത്തിക്കാന്റെ സ്ഥലമായ സാന്റാ മരിയ ഡി ഗലോറിയയിൽ വെച്ചാണ് ഈ വലിയ പ്രകൃതി സൗഹൃദ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനായി ഫാർട്ടലോ സോളോ എന്ന പേരിൽ പുതിയ ഫൗണ്ടേഷനും പാപ്പ രൂപീകരിച്ചു. ഒരേ സ്ഥലത്ത് കൃഷിയും സൗരോർജ്ജ ഉൽപാദനവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ആഗ്രി വോൾട്ടിക് സാങ്കേതികവിദ്യയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതുവഴി ഉണ്ടാക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് വത്തിക്കാൻ നഗരത്തിനും വത്തിക്കാൻ റേഡിയോ നിലയത്തിനും ആവശ്യമായ മുഴുവൻ കറന്റും സ്വന്തമായി കണ്ടെത്താൻ സാധിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പരിസ്ഥിതി സംരക്ഷണം തുടരുകയാണ് ലിയോ 14 പാപ്പ ഇതിലൂടെ. സിസ്റ്റർ റാഫേല പെട്രീനിയാണ് ഈ ഫൗണ്ടേഷന്റെ പ്രസിഡന്റ്. പരിസ്ഥിതിയെ നശിപ്പിക്കാതെ എങ്ങനെ വൈദ്യുതി ഉണ്ടാക്കാമെന്ന് ലോകത്തിന് കാണിച്ചു തരുന്ന ഒരു വലിയ മാതൃകയായിരിക്കും ഈ പദ്ധതി. ഇതുവഴി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതി സൗഹൃദ വൈദ്യുതി ഉപയോഗിച്ച് വത്തിക്കാൻ നഗരത്തിനും അവിടെ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ വത്തിക്കാൻ റേഡിയോ പ്രക്ഷേപണ നിലയത്തിനും ആവശ്യമായ സമ്പൂർണ്ണ ഊർജ്ജം സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കുമെന്ന് മാർപ്പാപ്പ ഒപ്പുവെച്ച ഔദ്യോഗിക രേഖ വ്യക്തമാക്കുന്നു. പുതിയ ഫൗണ്ടേഷന്റെ സുഗമമായ നടത്തിപ്പിനായി ആദ്യത്തെ 3 വർഷത്തേക്കുള്ള ഭാരവാഹികളെ മാർപ്പാപ്പ നിശ്ചയിച്ചു കഴിഞ്ഞു. വത്തിക്കാന്റെ ചരിത്രത്തിൽ സുപ്രധാന പദവികൾ വഹിക്കുന്ന പ്രമുഖരാണ് ഈ ദൗത്യത്തിന് പിന്നിലുള്ളത്. യുദ്ധങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ ലോകത്ത് ഇനിയും സമാധാനം സാധ്യമാണ്. ആഗോള ജപമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ലിയോ 14 പാപ്പ. യുദ്ധങ്ങളും ആഭ്യന്തര കലഹങ്ങളും മൂലം ലോകം കലുഷിതമായിരിക്കുന്ന ഈ കാലഘട്ടത്തിലും സമാധാനം ഇനിയും സാധ്യമാണെന്ന് പ്രത്യാശ പങ്കുവച്ച് ലിയോ 14 പാപ്പ. മെയ് 30 വൈകുന്നേരം വത്തിക്കാൻ ഗാർഡനിലെ ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയിൽ നടന്ന ആഗോള സമാധാന ജപമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Ascolterò che cosa dice Dio il Signore. Egli annuncia la pace per il suo popolo, per i suoi fedeli, per chi ritorna a Lui con fiducia. Le parole del Salmo accompagnano bene la nostra preghiera del Rosario questa sera, perché esprimono la speranza della quale sentiamo il bisogno, soprattutto davanti alle difficoltà e alle violenze del tempo presente. Disponiamo allora il nostro cuore all'ascolto della parola di Dio, così che nella preghiera possiamo comprendere il senso di quanto accade nella storia, riconoscendo la provvidenza di Dio che è sempre la guida e ci soccorre. La Vergine Maria è modello del credente, che porge l'orecchio del cuore per ascoltare che cosa dice Dio. Ella ci è di esempio con la sua obbedienza, che accoglie l'incarnazione del Figlio di Dio nel grembo. Contemplare con Maria i misteri del Rosario ci conduce a riconoscere in Gesù Cristo l'unica definitiva parola che il Padre ha pronunciato, parola di pace per tutti coloro che ritornano a Lui con il cuore pentito. മാതാവിന്റെ വണക്കമാസ സമാപനത്തോടനുബന്ധിച്ച് വത്തിക്കാന്റെ സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്ട്രിയാണ് ഈ വലിയ പ്രാർത്ഥനാ യജ്ഞം സംഘടിപ്പിച്ചത്. സമാധാനം എന്നത് വെറും ഒരു സിദ്ധാന്തമോ അല്ലെങ്കിൽ നടക്കാത്ത ഒരു മിഥ്യയോ അല്ല എന്ന് ലിയോ 14 പാപ്പ തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. അത് നീതിയിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ദൈനംദിന പ്രതിബദ്ധതയാണ്.
യുദ്ധങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന നിരപരാധികളായ കുട്ടികൾ, മാതാപിതാക്കൾ, അഭയാർത്ഥികൾ, പീഡനത്തിനിരയാകുന്ന തടവുകാർ എന്നിവരുടെ നിലവിളി ലോകം അവഗണിക്കരുത്. അധികാരമോഹവും വാക്കുകളിലെ അക്രമവും അവസാനിപ്പിച്ച് നീതിക്കും സത്യത്തിനും പ്രാധാന്യം നൽകേണ്ട സമയമാണിതെന്ന് ലിയോ 14 പാപ്പ പറഞ്ഞു. യഥാർത്ഥ സമാധാനം ആരംഭിക്കുന്നത് സ്നേഹമുള്ള ഹൃദയങ്ങളിൽ നിന്നാണ്. ദൈനംദിന ജീവിതത്തിലും സമൂഹ മാധ്യമങ്ങളിലും അക്രമരഹിതമായ സമീപനം സ്വീകരിക്കുന്നത് സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വത്തിക്കാനിൽ നടന്ന ഈ പ്രാർത്ഥനയിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ ആഗോളതലത്തിൽ വലിയ പങ്കാളിത്തമാണ് ദൃശ്യമായത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1,00,000-ലധികം വിശ്വാസികൾ തത്സമയ സംരക്ഷണത്തിലൂടെ പ്രാർത്ഥനയുടെ ഭാഗമായി. 200-ലധികം പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ വത്തിക്കാനൊപ്പം ഒരേ സമയം പ്രാർത്ഥനയിൽ അണിചേർന്നു. നിലവിൽ കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ലെബനൻ, നിക്കരാഗ്വ, ഉക്രൈൻ, ട്രാൻസാനിയ, സിറിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ജപമാലയിലെ വിവിധ രഹസ്യങ്ങൾ പാരായണം ചെയ്തത്. ദൈവം എപ്പോഴും സമാധാന പ്രവർത്തകരെ അന്വേഷിക്കുകയാണെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ വാക്കുകളിൽ മാത്രമല്ല പ്രവർത്തികളിലും ദൈവഹിതത്തിന് ഇതാ ഞാൻ എന്ന് മറുപടി നൽകാൻ പരിശുദ്ധ അമ്മയെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. Noi lo sappiamo, la pace è sempre possibile perché è dono di Dio. Questa pace, la sua pace, ha il volto di Gesù Cristo, il Figlio di Dio, che nella sua vita donata per noi ha riconciliato il cielo e la terra. Come scrive l'Apostolo Paolo, Egli è la nostra pace, colui che abbatte i muri dell'inimicizia, che vince l'arroganza con l'umiltà e riscatta dal peccato l'intera creazione. Quando il Signore Gesù è con noi e ci comportiamo da veri discepoli del suo amore, allora lo Spirito Santo può realizzare ciò che appare umanamente impossibile. Quando invece ci si allontana da Dio, ci si allontana anche dall'uomo, dal nostro prossimo, restando indifferenti al suo dolore. Ogni volta che ritorniamo al Signore, la sua pace diventa il nostro impegno, secondo i compiti e le responsabilità di ciascuno. La nostra preghiera diventa così missione e profezia. Non dovrà più esserci pianto di innocenti nelle nostre città. Nessuno dovrà fuggire dalla propria casa per la minaccia delle bombe. La bramosia di potere e la violenza delle parole lasceranno il passo alla sete di giustizia e di verità. Ma ognuno può e deve fare la sua parte, cominciando da cose piccole ma importanti, astenendosi da ogni violenza verbale o fisica nella vita di ogni giorno e anche nei social media. Cari fratelli e sorelle, la pace vera inizia in un cuore che ama, viene testimoniata da labbra che pronunciano parole di riconciliazione, si riflette negli occhi che guardano al mondo con mitezza e saggezza. Questa è la vera forza, la forza della verità e dell'amore. Dio cerca costruttori di pace. La nostra Madre Santissima ci aiuti a rispondergli ogni giorno il nostro eccomi, non a parole, ma con i fatti. ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നമ്മൾ സുരക്ഷിതരാണ്. ഭിന്നതകൾ ലോകത്തിന് നാശം വരുത്തുമെന്ന് ലിയോ 14 പാപ്പ. പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ദിനത്തിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശം നൽകി ലിയോ 14 പാപ്പ. മെയ് 31 ഞായറാഴ്ച വത്തിക്കാൻ സ്ക്വയറിലെ തടിച്ചുകൂടിയ 20,000-ഓളം വരുന്ന വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് ത്രികാല ജപ പ്രാർത്ഥന നയിക്കുകയായിരുന്നു അദ്ദേഹം. Con la solennità di Pentecoste, una settimana fa, si è concluso il tempo pasquale. Celebrando oggi il mistero di Dio Trinità, ci è offerta la possibilità di ripensare il cammino percorso a partire dal suo centro. La vita di Dio che si è donata a noi in Gesù Cristo,
Questa vita è una comunione dinamica, inesauribile, feconda, che ora ci coinvolge. Lo spirito che lega il Padre e il Figlio è stato infatti riversato nei nostri cuori, così che nel mondo prende forma la Chiesa, sacramento di comunione, spazio di incontro, di amore e di vita in cui cielo e terra già si toccano. സുവിശേഷം ആസ്പദമാക്കിയായിരുന്നു പാപ്പ സന്ദേശം നൽകിയത്. തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണെന്ന് ലിയോ 14 പാപ്പ പറഞ്ഞു. പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മ എല്ലാവരെയും സ്നേഹിക്കാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോ സൃഷ്ടിയും പരസ്പര ബന്ധത്തിനും സ്നേഹത്തിനുമായാണ് ജീവിക്കുന്നത്. ഇതിന് വിപരീതമായി ലോകത്തിലുണ്ടാകുന്ന ഭിന്നതകളും ധ്രുവീകരണങ്ങളും വൈവിധ്യങ്ങളോടുള്ള പുച്ഛവും നാശവും ദുഃഖവും മാത്രമേ സമ്മാനിക്കൂവെന്നും മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകി. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.